പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്കായി ഇരട്ട മെഡൽ നേടിയ മനു ഭാക്കർ ജന്മനാട്ടിൽ തിരിച്ചെത്തി. ഡൽഹി വിമാനത്താവളത്തിൽ ഗംഭീര സ്വീകരണമാണ് മനു ഭാക്കറിന് ലഭിച്ചത്. രുചീഷ് രവീന്ദ്രൻ ചേരുന്നു നമുക്കൊപ്പം. രുചീഷ്, ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കി തല ഉയർത്തി മെഡലുമായി മനു തലസ്ഥാനത്തേക്ക്, സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചെത്തുമ്പോൾ എത്രത്തോളമാണ് ആവേശം? രുചീഷ് രവീന്ദ്രൻ തുടരുന്നുണ്ട് നമുക്കിപ്പം. രുചീഷ്, ഷൂട്ടിംഗ് റേഞ്ചിൽ നിന്ന് 3 വെങ്കല മെഡലുമായി അഭിമാനത്തോടെ ഷൂട്ടിംഗ് സംഘം സ്വന്തം രാജ്യത്തേക്ക് തല ഉയർത്തി മടങ്ങിയെത്തിയിരിക്കുന്നു. വിവരങ്ങൾ. സേതുലക്ഷ്മി, വലിയ ആവേശത്തോടെയാണ് ഇന്ത്യയിലെ കാണികൾ ഈ നേട്ടത്തെ കാണുന്നതെന്ന് വ്യക്തമാക്കുന്നത് തന്നെയായിരുന്നു ദില്ലി വിമാനത്താവളത്തിലെ സ്വീകരണം. കാരണം അത്രമാത്രം ആളുകളാണ് രാവിലെ തന്നെ പുലർച്ചെ മുതൽ ഈ വിമാനം എത്തുന്നത് കാത്ത് വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നത്. വലിയ ഹാരം ഈ താരങ്ങൾക്ക് മുകളിലേക്ക്, അതോടൊപ്പം ജസ്പാൽ റാണ കോച്ചിനെയും കൂടി ആ ആവേശത്തോടെ തന്നെയാണ് സ്വീകരിച്ചത്. വലിയ ആൾക്കൂട്ടമായിരുന്നു ദില്ലി വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ഇത്തവണ ഷൂട്ടിങ്ങിൽ ഇന്ത്യയുടെ ഒരു തിരിച്ചുവരവാണ് കണ്ടത്. കഴിഞ്ഞ 2 ഒളിമ്പിക്സുകളിലും മെഡൽ പോലും ഇല്ലാതെ നിരാശപ്പെടുത്തിയ സംഘമായിരുന്നു ഷൂട്ടിംഗ് റേഞ്ചിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അത് ആദ്യത്തെ 3 മെഡലും ഉറപ്പിച്ചത് ഷൂട്ടിംഗ് താരങ്ങളാണ്. ഇപ്പോൾ 4ാം മെഡൽ കൂടി വിനേഷ് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഷൂട്ടിങ്ങിലാണ് ഇത്തവണ ഇന്ത്യയുടെ പ്രകടനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ കണ്ടത്. അതിൽ ഏറ്റവും നിർണായകമായത് മനു ഭാക്കറിന്റെ ഒരു തുടക്കം തന്നെയാണ്. കാരണം മനു ഭാക്കർ ആദ്യം 10 മീറ്റർ എയർ പിസ്റ്റളിൽ വെങ്കലം നേടി ഒരു ചരിത്ര നേട്ടത്തിലേക്ക് എത്തി എന്ന് മാത്രമല്ല, പിന്നാലെ സരബ്ജോത് സിംഗിനൊപ്പം 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിൽ കൂടി വെങ്കല മെഡൽ നേടി. അങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ താരം 2 മെഡലുകൾ ഒരു ഒളിമ്പിക്സിൽ നേടുന്ന നേട്ടം എന്ന് കൂടി സ്വന്തമാക്കിയാണ് മനു ഭാക്കർ മടങ്ങുന്നത്. ഏറ്റവും ഒടുവിൽ 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിൽ മനു ഭാക്കർ 3ാം മെഡലിന് തൊട്ടരികെയാണ് വീണത്. 4ാം സ്ഥാനവുമായാണ് മനു ഭാക്കർ നിരാശയോടെ 25 മീറ്റർ പിസ്റ്റളിൽ നിന്ന് ഇറങ്ങിയത്. ഒരുപക്ഷെ അതുകൂടി നേടിയിരുന്നെങ്കിൽ അത്രമാത്രം ഒരു സ്വർണത്തെക്കാൾ വലിയ നേട്ടമായി ആ നേട്ടം വിലയിരുത്തപ്പെടുമായിരുന്നു. എന്തായാലും ഇരട്ട മെഡൽ എന്നത് തന്നെ ചരിത്ര നേട്ടമാണ്. അത്രമാത്രം സന്തോഷത്തോടെയാണ് മനു ഭാക്കർ തിരിച്ചു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മനു ഭാക്കർ കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ തോക്ക് മത്സരത്തിനിടെ പിഴച്ചതുമായി ബന്ധപ്പെട്ട് അവർക്ക് മത്സരം മികച്ച രീതിയിൽ പൂർത്തിയാക്കാനായില്ല. തോക്ക് പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെ ആ മത്സരത്തിൽ അവർക്ക് നല്ല രീതിയിൽ പ്രകടനം നടത്താതെ കണ്ണീരോടെ മടങ്ങിയ ഒരു താരമാണ്. മനു ഭാക്കറിന്റെ കൂടി ഒരു തിരിച്ചുവരവാണ് പാരീസ് ഒളിമ്പിക്സിൽ നമ്മൾ കണ്ടത്. ആ സമയം ജസ്പാൽ റാണയുമായി, പരിശീലകൻ ജസ്പാൽ റാണയുമായി മനു ഭാക്കറിന്റെ ഒരു പിണക്കമൊക്കെ വലിയ തരത്തിൽ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. പിന്നീട് ഈ പാരീസ് ഒളിമ്പിക്സിന് മുന്നോടിയായി തയ്യാറെടുക്കുന്നതിനിടെ ജസ്പാൽ റാണയെ വീണ്ടും മനു ഭാക്കർ വിളിക്കുകയും ജസ്പാൽ റാണയും മൊത്ത് വീണ്ടും പരിശീലനം തുടങ്ങുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഒരു പരിശീലകന് നൽകാനാവുന്നതെല്ലാം ജസ്പാൽ റാണയിൽ നിന്ന് നേടിക്കൊണ്ട് തന്നെ മനു അത് നേരത്തെയുള്ള പിണക്കം മാറ്റുന്നത് ഈ ഒളിമ്പിക്സിൽ നമ്മൾ കാണുകയാണ്. ഏറ്റവും ഒടുവിൽ 2 മെഡലുകൾ സ്വന്തമാക്കി വരുന്നു. ജന്മനാട്ടിൽ തിരിച്ചെത്തുമ്പോൾ തീർച്ചയായും അത് മനു ഭാക്കറിന് മാത്രമല്ല, ഇന്ത്യൻ ഷൂട്ടിങ്ങിന് തന്നെ ഒളിമ്പിക്സിലേക്കുള്ള ഒരു തിരിച്ചുവരവ് കൂടിയാണ്. എന്തായാലും ഇന്ത്യയുടെ സമാപന പരിപാടിയിൽ ഇന്ത്യയുടെ പതാക വഹിക്കുന്നതും മനു ഭാക്കർ ആയിരിക്കും. തീർച്ചയായും രുചിഷ, കാരണം കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് റേഞ്ചിൽ ഇന്ത്യക്ക് അടിതെറ്റിയിരുന്നു. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല. പാരീസിൽ ഷൂട്ടർമാർ പ്രായശ്ചിത്തം ചെയ്താണ് തിരികെ വരുന്നത്. മെഡലുകളുമായി തല ഉയർത്തിയാണ് മടക്കം. അങ്ങനെ ആ മടക്കത്തിൻ്റെ, ആ ആവേശത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നതും. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് രുചീഷ് നൽകിയത്.